പലപ്പോഴും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കും അനുഭവം ഉണ്ടാകും, കുടുംബത്തിലും എല്ലാതെയും ഒക്കെ ധാരാളം മരണവാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, എല്ലാവരും. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ തയ്യാറാവുക. ഏത് സമയത്താണ് നമുക്ക് മരണം അള്ളാഹു വിധിച്ചതെന്ന് നമുക്കറിയില്ല. അപ്പൊ ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇന്ന് പലരെയും സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ സംസാരങ്ങൾ, അനാവശ്യമായ തർക്കങ്ങൾ, അതുപോലെ തന്നെ പണ്ഡിതന്മാരെ കുറ്റം പറയൽ, പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞ് ഭിന്നിച്ചു നടക്കാൻ, ഇതൊന്നും അഹ്ലുസുന്നക്ക് അല്ലെങ്കിൽ ഇസ്ലാമിൽ പരിചയമുള്ള കാര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിരിക്കുന്ന ഒരു ആയുസ്സും അതൊരു പക്ഷേ ഇന്നായിരിക്കാം, അല്ലെങ്കിൽ നാളെ ആയിരിക്കാം, എപ്പോഴാണ് നമുക്കറിയില്ല. അതിന്റെ ഗൗരവം കൊണ്ട് പറയുന്നതാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്ന് പല ആൾക്കാരും മരണത്തെ സംബന്ധിച്ചൊരു ബോധമില്ല, മരണത്തെ സംബന്ധിച്ചൊരു ചിന്തയില്ല. ഇന്നലെ ഒരു സഹോദരന്റെ അനുഭവം കേട്ടു. ആ സഹോദരന്റെ കുട്ടിക്കൊരു അസുഖമായി. ആ കുട്ടിയെ കാണിക്കാൻ ഹോസ്പിറ്റലിലേക്ക് പോയി, കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്തു. ആ കുട്ടിയുടെ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആവാൻ വേണ്ടി പോകുമ്പോൾ ഈ ഉപ്പ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. ആ ഉപ്പാക്ക് ഒരു അസുഖവും ഇല്ല, നേരെ മറിച്ച് കുട്ടിക്കാണ് അസുഖം. കുട്ടി അൽഹംദുലില്ലാഹ് ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നു, ഉപ്പ മരണപ്പെട്ടു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം. എപ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് ബാധിക്കുക എന്നറിയില്ല. അതുകൊണ്ട് ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഏത് സമയത്തും നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് ഇബാദത്തുകളിൽ മുന്നേറുക, ദിക്റുകൾ എപ്പോഴും ജീവിതത്തിൽ മുറുകെ പിടിക്കുക, സത്യസന്ധമായി ദീൻ പഠിക്കുക, ആരോടും വഴക്കിനോ കുഴപ്പത്തിനോ ഒന്നും നമ്മൾ പോകരുത്. നല്ല രീതിയിൽ നല്ല മുഅ്മിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സച്ചരിതരായ അടിമകളായി നമ്മൾ ജീവിതം മുന്നോട്ടേക്ക് നയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൻഹജിൽ മുന്നോട്ടേക്ക് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യാതൊരു കാരണവശാലും അനാവശ്യമായ തർക്കങ്ങളിലോ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ സഹോദരങ്ങളെ ദുനിയാവിയ വിഷയത്തിൽ ബന്ധം വിച്ഛേദിക്കാനോ ഒന്നിനും നമ്മൾ സഹോദരങ്ങളെ തയ്യാറാവരുത്.